ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സമഗ്രയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. കഥ വായിച്ച് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. കഥ വായിച്ചു നോക്കാം. ഒരിക്കൽ ഒരു കുറുക്കൻ തീറ്റ തേടി നടക്കവേ അബദ്ധത്തിൽ ഒരു കിണറ്റിൽ വീണു. അധികം താഴ്ചയില്ലാത്ത ഒരു കിണറായിരുന്നു അത്. എന്നിട്ടും എത്ര ശ്രമിച്ചിട്ടും അവന് കിണറ്റിൽ നിന്നും പുറത്തു കയറാൻ സാധിച്ചില്ല. കുറുക്കൻ ആകെ വിഷമത്തിലായി. ഇനി എന്തു ചെയ്യും എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഒരു ആട് ആ വഴി വന്നത്. കിണറ്റിൽ നിന്നും ശബ്ദം കേട്ട് ആട് കിണറ്റിലേക്ക് എത്തി നോക്കി. കിണറ്റിൽ കിടക്കുന്ന കുറുക്കനെ കണ്ട് അവൾ ചോദിച്ചു, അല്ല കുറുക്കച്ച, എന്താണ് കിണറ്റിൽ പരിപാടി? അത് കൊള്ളാം, അപ്പോൾ നിനക്ക് വിവരമൊന്നും അറിയില്ലേ? ഈ കിണറ്റിലെ വെള്ളം നല്ല മധുരമുള്ള വളരെ വിശേഷപ്പെട്ട വെള്ളമാണ്. ഞാൻ അത് കേട്ടറിഞ്ഞു വന്നതാണ്. സംഗതി ശരിയാണ് കേട്ടോ. എന്തു രസമാണ് ഈ വെള്ളത്തിന്. ഇനി അധികമൊന്നും ബാക്കിയില്ല. ഓരോരുത്തരായി വന്ന് കുടിച്ചു തീർത്തു. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുടിച്ചോളൂ. കുറുക്കൻ്റെ സംസാരം കേട്ട് ആട് അത് വിശ്വസിച്ചു. അത് വേഗം കിണറ്റിലേക്ക് ചാടി. തക്കം പാത്തു നിന്ന കുറുക്കൻ ഒറ്റച്ചാട്ടത്തിന് ആടിൻ്റെ പുറത്തു കയറി അടുത്ത ചാട്ടത്തിന് കിണറ്റിന് പുറത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിന്ന ആടിനോട് അവൻ വിളിച്ചു പറഞ്ഞു, വളരെ നന്ദി കേട്ടോ. ഇനി നീ അവിടെ കിടന്ന് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോ. കുറുക്കൻ വേഗം തൻ്റെ പണി നോക്കിപ്പോയി. പാവം ആട് തനിക്ക് പറ്റിയ അബദ്ധം ഓർത്ത് സങ്കടത്തോടെ നിന്നു. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കഥ. ഇനി ഒന്നാമത്തെ ചോദ്യം, മുകളിൽ കൊടുത്തിരിക്കുന്ന കഥക്ക് പറ്റിയ ഒരു തലക്കെട്ട് ഏത്? ആടിനെ പറ്റിച്ച കുറുക്കൻ, കുറുക്കനെ പറ്റിച്ച ആട്, ആടിൻ്റെ കുസൃതി. ഏതാണ്? ആടിനെ പറ്റിച്ച കുറുക്കൻ എന്നുള്ളതാണ് അല്ലേ. ആടിനെയാണ് അവിടെ പറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ ആടിനെ പറ്റിച്ച കുറുക്കൻ എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം, കുറുക്കൻ എങ്ങനെയാണ് കിണറിന് പുറത്ത് എത്തിയത്? കുതിച്ചു ചാടി ആടിൻ്റെ പുറത്തു കയറി അതുവഴി വന്ന ഒരു മനുഷ്യൻ്റെ സഹായത്താൽ. എങ്ങനെയാണ്? ആടിൻ്റെ പുറത്തു കയറിയാണ്. 3, കഥ നൽകുന്ന സന്ദേശം. ആരെയും വിശ്വസിക്കരുത്, ആരെയും സഹായിക്കരുത്, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. ഏതാണ്? ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തേത്, കിണറിലെ വെള്ളത്തിന് മധുരമുണ്ട് എന്ന് പറഞ്ഞത് ആട്, വഴിപോക്കർ, കുറുക്കൻ. ആരാണ് പറഞ്ഞത്? കുറുക്കനാണ്. ഇനി 5ാമത്തേത്, ആട് കിണറ്റിൽ ചാടിയത് എന്തിന്? വെള്ളം കുടിക്കാൻ, കുറുക്കനെ രക്ഷിക്കാൻ, അബദ്ധത്തിന് കാല് തെറ്റിയത് മൂലം. എന്തിനായിരുന്നു? വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, 5 ചോദ്യവും അവയുടെ ഉത്തരവും നോക്കി. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാരഗ്രാഫോ കഥയോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. 5 മാർക്ക് കളയരുത് കേട്ടോ. ഓക്കെ, അടുത്ത പ്രവർത്തനം ഡയറി കുറിപ്പാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി പോരാടുന്ന ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ പെൺകുട്ടി എഴുതുന്ന ഡയറി കുറിപ്പുകൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? നിങ്ങളുടെ ഭാവനയിൽ ആ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ബി ചോദ്യവുമുണ്ട്. ഗ്രേറ്റ ട്യൂൺബർഗ് കരുതിയിരുന്ന പ്ലക്കാർഡിലെ സ്വീഡിഷ് ഭാഷയിലെ വാചകത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചോദ്യത്തിനുമുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീയതി ഉണ്ടായിരിക്കണം, ദിവസവും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തിയും ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യുന്നു. പ്രകൃതി പ്രശ്നങ്ങളും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇതിനായി ഇറങ്ങിത്തിരിച്ചത്. എനിക്ക് ആത്മവിശ്വാസം ആദ്യം കുറവായിരുന്നു. എങ്കിലും ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന്. ലോകശ്രദ്ധ നേടിയെടുക്കണമെന്നും അതിലൂടെ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനായി എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി എന്തായിരുന്നു ഗ്രേറ്റ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്? ആ പ്ലക്കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് കാലാവസ്ഥക്കായി സ്കൂൾ സമരം എന്നതായിരുന്നു. ഓക്കെ, കാലാവസ്ഥക്കായി സ്കൂൾ സമരം. അടുത്ത പ്രവർത്തനം പോസ്റ്ററാണ്. ടോമോ സ്കൂളിലെ കായികമേളയുടെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു കായികമേള നടക്കുന്നു എന്ന് സങ്കല്പിക്കുക. ടോമോ സ്കൂൾ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന കായികമേളയെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? പോസ്റ്റർ എന്ന ഹെഡിങ് കൊടുക്കുക. അതിന് താഴെയായിട്ട് വ്യത്യസ്ത കായികമേള ABS സ്കൂളിൽ. കുട്ടികളുടെ കായിക വാസനകളെ ഉണർത്തുന്നതിനും കഴിവുകളെ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യത്യസ്ത തരത്തിലുള്ള മത്സരങ്ങളുമായി നമ്മുടെ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 2 സ്കൂൾ ഗ്രൗണ്ടിൽ നമ്മുടെ കുട്ടികൾ നടത്തുന്ന കായികമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കൺവീനർ. ഓക്കെ, ഇനി വേണമെങ്കിൽ എന്താണ്
അവിടെ ഉണ്ടായിരുന്ന കളികളെ കുറിച്ചിട്ടും കൂടെ നമുക്ക് അതിൽ എഴുതാവുന്നതാണ്. കൂട്ടുകാർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ എഴുതി ചേർക്കുന്നത് നന്നായിരിക്കും. അടുത്ത പ്രവർത്തനം 5 അനുഭവക്കുറിപ്പാണ്. ഉണ്ണിക്കണ്ണനോട് മുത്തശ്ശി പറഞ്ഞുകൊടുത്ത സ്നേഹത്തെ പറ്റിയുള്ള കഥ നിങ്ങൾക്കറിയാമല്ലോ. ഇത്തരത്തിലുള്ള സ്നേഹാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? അവ ഒരു കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്ന കഥയോ അല്ലെങ്കിൽ സ്നേഹലാളനകളോ എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതൊരു പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. 6ാമത്തേത് കഥാരചനയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ ഭാവനയിൽ ഒരു കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം നോക്കുക, ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അതാണ് കഥയായിട്ട് എഴുതേണ്ടത്. എന്തായാലും ചിലപ്പോൾ ഇതൊന്നും വരണമെന്നില്ല, വേറെ ഏതെങ്കിലുമൊക്കെ ചിത്രമായിരിക്കും തരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട, എന്നാലും കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഒരു ചിത്രം തന്നിട്ട് ചിലപ്പം കഥ എഴുതാൻ നിങ്ങൾക്ക് വരാം എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ ഈ ചിത്രത്തിൽ കാണുന്നത്? ഒരു ഭൂമി ദേവതയോ എന്തോ സംതിങ് ഉണ്ടല്ലേ, അതേപോലെ തന്നെ ഒരു പാമ്പ് കാണുന്നുണ്ട്, കുറേ ജീവികളെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഭൂമിയെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു കഥ അല്ലേ, ആ രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഭൂമി ദേവത ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് സംഭവിക്കുന്ന നാശത്തിന് എപ്പോഴും കൂടെയുണ്ട്. വീണ്ടും ഭൂമി ദേവത വീണ്ടും ഇവരെയൊക്കെ ഉണ്ടാക്കുകയും മനുഷ്യൻ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ അവസ്ഥകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് ആ കഥയിലൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കണം നിങ്ങളവിടെ ഒരു കഥ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒരെണ്ണം കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.